അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറദല്ലാഹ് അമ്മാ ബഅദ്. സ്നേഹബഹുമാനങ്ങൾ നിറഞ്ഞ സഹോദര സഹോദരിമാരെ, നമ്മുടെ പ്രഭാത വെളിച്ചം 546-ാമത്തെ ദിവസം. അൽഹംദുലില്ലാഹ്, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഇന്ന് പറയുന്നത്, നമ്മളൊരു വിജ്ഞാനം കേൾക്കുകയും അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന നേട്ടമാണ്. ഒരുപക്ഷെ നമ്മൾ കേട്ട് നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരുപക്ഷെ നമ്മേക്കാൾ നന്നാകാൻ സാധ്യത അവരുണ്ടാകുമെന്നാണ്. അതേക്കുറിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം ഇന്ന് നമുക്ക് പഠിക്കാം. അൻ അബീ ബക്റത റളിയല്ലാഹു അൻഹു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖഅദ അലാ ബഈരിഹി. മഹാനായ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അവിടുന്ന് പറയുകയാണ്, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ ഒട്ടകത്തിൻ്റെ പുറത്തിരിക്കുകയായിരുന്നു. വ അംസക ഇൻസാനുൻ, ഏതോ ഒരാൾ ആ ഒട്ടകത്തിൻ്റെ ബിഖിതാമിഹി, ആ ഒട്ടകത്തിൻ്റെ കടിഞ്ഞാൺ, അതിൻ്റെ മൂക്ക് കയറ് പിടിച്ചിരിക്കുന്നുണ്ട്. ഖാല, അങ്ങനെ റസൂലുള്ള ആ ഒട്ടകത്തിൻ്റെ പുറത്തിരുന്നിട്ട് ചോദിച്ചു, അയ്യു യൗമിൻ ഹാദ, ഈ ദിവസം ഏതെന്ന് നിങ്ങൾക്കറിയുമോ? ഫസക്കത്തിന്, അപ്പോൾ ഞങ്ങളൊക്കെ നിശബ്ദരായി. കാരണം ഹത്താ ലനന്ന അന്നഹു സയുസമ്മീഹി സിവസ്മിഹി, ആ ദിവസത്തിന് മറ്റെന്തെങ്കിലും ഒരു പേര് പുതിയതായി മുത്തുനബി പഠിപ്പിക്കുമെന്ന് ഞങ്ങൾ ഭാവിക്കുന്നത് വരെ. അതുകൊണ്ടാണ് ഞങ്ങൾ പറയാതിരുന്നത്, മിണ്ടാതിരുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അലൈസ യൗമുൻ നഹർ, ഇത് ബലിപെരുന്നാളിൻ്റെ ദിവസമല്ലേ എന്ന് ചോദിച്ചു. ഫഖുൽന, അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ബല, അതേ നബിയെ. ഖാല, അപ്പോൾ റസൂലുള്ളാഹി ചോദിച്ചു, ഫഅയ്യു ഷഹരിൻ ഹാദാ, ഈ മാസം ഏതാണ് എന്ന് ചോദിച്ചു. ഫസക്കത്തിന, അപ്പോഴും ഞങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങൾ നിശബ്ദത പാലിച്ചു, മിണ്ടാതിരുന്നു. ഹത്താ ദനന്ന അന്നഹു സയുസമ്മീഹി ബിഗൈരി ഇസ്മിഹി, ആ മാസത്തിന് മറ്റെന്തെങ്കിലും ഒരു പേര് കൊണ്ട് റസൂലുള്ള പേര് വെക്കും എന്ന് ഞങ്ങൾ ഭാവിക്കുന്നത് വരെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അലൈസ ബിദിൽ ഹിജ്ജ, ഇത് ദുൽഹിജ്ജ മാസമല്ലേ? ഖുൽന, ഞങ്ങൾ പറഞ്ഞു, ബല, അതേ നബിയെ. ഖാല, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയ ഒരു പ്രഖ്യാപനം നടത്തുകയാണ്. ഫഇന്ന ദിമാഅക്കും വ അംവാലക്കും വ അറാലക്കും ബൈനക്കും ഹറാം കഹുർമതി യൗമിക്കും ഹാദാ ഫി ഷഹരിക്കും ഹാദാ ഫി ബലദിക്കും ഹാദാ. തീർച്ചയായും നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ അഭിമാനവും നിങ്ങളുടെ രക്തവും പവിത്രമാണ് ഈ ദിവസത്തിൻ്റെ, ഈ മാസത്തിൻ്റെ, ഈ സ്ഥലത്തിൻ്റെ പവിത്രത പോലെ എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നുണ്ട്, ലിയുബല്ലിഗു ഷാഹിദുൽ ഗായിബ, ഇവിടെ ഈ സന്നിധിയിൽ സാന്നിധ്യം അറിയിച്ച ആളുകൾ, ഇവിടെ സാക്ഷികളായ ആളുകൾ, ഇവിടെ ഇല്ലാത്ത ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കട്ടെ എന്ന് റസൂലുള്ളാഹി അടിവരയിട്ടുകൊണ്ട് പറയുന്നു, ഫഇന്ന ഷാഹിദ അസാ അൻ യുബല്ലിഗ മൻ ഹുവ അഅലഹു മിൻഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇവിടെ സന്നിഹിതരായവർ, ഒരുപക്ഷെ ഇവിടെ സന്നിഹിതരാവാതെ ഈ സന്ദേശം ലഭിക്കുന്ന ആളുകളിലേക്ക് ഇത് എത്തിക്കണമെന്ന് പറഞ്ഞുവല്ലോ. ആ ഹാജരാകാത്ത ആളുകൾ ചിലപ്പോൾ അവരെക്കാൾ കൂടുതൽ ഗ്രഹിക്കുന്നവരായേക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ഇവിടെ സന്നിഹിതരായ ആളുകൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുമ്പോൾ ആ മറ്റുള്ളവർ കൂടുതൽ ഗ്രഹിക്കുന്നവരായേക്കാം എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് ഇവിടെ സന്നിഹിതരായ ആളുകൾ അല്ലാത്തവർക്ക് എത്തിക്കട്ടെ. ഹാജറുള്ളവർ എത്തിക്കുന്നത് ചിലപ്പോൾ അവരെക്കാൾ അത് മറ്റുള്ളവർക്ക് ഗ്രഹിക്കാൻ സാധിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് നാം ഓരോരുത്തരും നാം നേടിയെടുത്ത വിജ്ഞാനം മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങളെക്കുറിച്ച് കൂടിയാണ് മുത്തുനബി ഈ വചനത്തിലൂടെ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റവും വലിയ ഒരു പ്രഖ്യാപനം, മനുഷ്യാവകാശ പ്രഖ്യാപനമാണ് അള്ളാഹുവിൻ്റെ തിരുദൂതർ ഇതിലൂടെ സമർപ്പിക്കുന്നത്. നിങ്ങളെ സമ്പത്തും പവിത്രമാണ്, നിങ്ങളുടെ അഭിമാനം പവിത്രമാണ്. അഭിമാനം പിച്ചു ചീന്താനുള്ളതല്ല. ആ പവിത്രമാക്കപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ശ്രദ്ധയോടുകൂടി നിങ്ങൾ പരിപാലിക്കണം, ജാഗ്രത പുലർത്തണമെന്ന് പറയുമ്പോൾ നമ്മൾ എത്ര പേരതൊക്കെ ശ്രദ്ധിക്കാറുണ്ട്? മറ്റുള്ളവരുടെ അഭിമാനം പിച്ചു ചീന്തുന്നതിൽ മത്സരിക്കുന്ന സ്വഭാവക്കാരല്ലേ. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹുവേ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുവചനങ്ങൾ പഠിച്ചതിൻ്റെ വെളിച്ചം ഉൾക്കൊള്ളാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണമേ റഹ്മാനെ. നിൻ്റെ ഇഷ്ടദാസന്മാരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തി തരണമേ അല്ലാഹ്. അള്ളാഹുവേ, ഞങ്ങളുടെ കാര്യങ്ങളിലൊക്കെ ബറക്കത്ത് നൽകണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളെ കബൂൽ ചെയ്യണമേ തമ്പുരാനെ.
ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുടെ ഉദ്ദേശങ്ങളെ പൂർത്തീകരിക്കണമേ അല്ലാഹ്. അമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഫളലി സല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. എല്ലാവരും ദുആയിൽ പരസ്പരം ഓർക്കണം, ഉൾപ്പെടുത്തണമെന്ന് അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.